അവധി എന്ന് പറയുന്നത് നമ്മൾ ഭർത്താക്കന്മാർക്ക് മാത്രം പോരല്ലോ, ഭാര്യമാർക്കും കിട്ടേണ്ടതല്ലേ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് ഒരുപാട് ബെറ്റർ ആവും അല്ലേ. പണ്ടത്തെ കാലവും നല്ലല്ലോ, കാലമൊക്കെ ഒരുപാട് മാറി. ഇപ്പം ആണിനും പെണ്ണിനും ഒക്കെ തുല്യ അവകാശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാനിവിടെ ഫെമിനിസം സംസാരിക്കുമെന്നല്ല കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും സഹായിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ലൈഫ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ആൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യവും അതുതന്നെയാണ്. ഈ ജോലി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചെയ്യാനുള്ളതാണ്. അല്ലാതെ അടുക്കള ജോലി എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് മാത്രമാണ്, ആൺകുട്ടി എന്ന് പറയുന്നത് രാജാവിനെ പോലെ പ്രൗഢിയിൽ നിൽക്കേണ്ട ഒരാളാണ്, ഇങ്ങനെയൊന്നല്ല കേട്ടോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഒരേ പങ്കാളിത്തത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ പങ്കാളിത്തമാണ് എന്നുള്ളത് രണ്ടുപേരെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടാണ് അവരുടെ ലൈഫ്, കാരണം നമ്മൾ ജീവിച്ച ആ ഒരു ചുറ്റുപാടെല്ലാം ഒരുപാട് മാറി. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ചിന്തയും കുറച്ചുകൂടെ വൈഡാവണം അല്ലേ. അപ്പോൾ ഇന്നത്തേത് ഒരു അവധി ദിവസമാണ് കേട്ടോ, ഫ്രൈഡേ ആണല്ലോ ഇവിടെ അവധി. അപ്പോൾ ഏട്ടന് സാറ്റർഡേ ലീവില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഫ്രൈഡേ സാറ്റർഡേ ലീവ് ഉണ്ടാവും. ഇവിടെ അത് ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏട്ടന് സാറ്റർഡേ വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് ഏട്ടൻ ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കാനാണ് എന്നോട് പറയാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമല്ലേ ഏട്ടൻ ലീവായിട്ടുണ്ടാവുക. അപ്പോൾ അന്ന് ഏട്ടനോട് മാക്സിമം സംസാരിക്കണം, ഏട്ടന് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഏട്ടന് ജോലി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, കാരണം കുറച്ചൊരു മൈൻഡ് ഒന്ന് റിലീഫ് കിട്ടുന്നൊരു സമയമാണല്ലോ. അതുകൊണ്ട് അപ്പോൾ എന്നെ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കാര്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ എന്തൊക്കെയോ കോമഡിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ട് പാത്രം കഴുകുന്നിടന്ന് വിളിച്ചതാണ്. പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്താളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ എൻ്റെ ഈ ഒരു നമ്മളെന്താ പറയുക, യുദ്ധത്തിനൊക്കെ ഒരുങ്ങുന്നതിന് മുൻപ് പടച്ചട്ടി ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഒരു ഏട്ടന് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കൈമാറുകയാണ്. അപ്പോൾ ഏട്ടന് അങ്ങനെ പാത്രം കഴുകാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ഒന്നും അങ്ങനെ മടിയൊന്നുമില്ല. ഞാനൊരു ഷോർട്സ് ഇട്ട സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ പുതിയ ചാനലിൽ ഷോർട്സ് ഇട്ട സമയത്താണ് ഈ പറഞ്ഞ പോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളെ സഹായിക്കുന്ന പുരുഷന്മാരുണ്ടാകുമ്പോഴാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടാകുന്നതെന്നുള്ള പോലുള്ളൊരു കമൻ്റായിരുന്നു അത്. എനിക്ക് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഹേർട്ട് ആയിട്ടില്ല. കാരണം ഞാനത് ഏട്ടനോട് സംസാരിച്ചപ്പോഴും ഏട്ടൻ പറഞ്ഞത് വളരെ വലിയ കണ്ടുപിടുത്തമാണല്ലോ എന്നാണ്. ശരിയാണ്. കാരണം ഇന്ന് ബുദ്ധിയില്ലായ്മ അല്ലെങ്കിൽ വിവരമില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് ഒരു അപരാധമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നതിനൊരു പരിധിയില്ലേ. ചിലപ്പോൾ അയാൾ അങ്ങനെ ആയിരിക്കും വളർന്നിട്ടുണ്ടാവുക, അയാൾ അങ്ങനെയായിരിക്കും കണ്ടു വളർന്നിട്ടുണ്ടാവുക. എന്നാലും നമ്മൾ കണ്ടു വളർന്നതിൽ നിന്നൊക്കെ എത്രമാത്രം മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. എന്നിട്ടും ഇത്രയും വിവരമില്ലാതെ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് പറയാനല്ലേ. ഇങ്ങനത്തെ അതിനൊന്നും പ്രത്യേകിച്ചൊരു കമൻറ്റ് റിപ്ലൈ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് എനിക്ക് മറുപടി പറഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു മറുപടി കൊടുത്തിരുന്നു. വലിയ കണ്ടുപിടുത്തത്തിന് വലിയൊരു അംഗീകാരം കൊടുത്തുകൊണ്ട് അത്ര തന്നെ. ഈ പരസ്പരം സഹായിക്കുക എന്ന് പറയുന്നതൊന്നും വലിയ തെറ്റായിട്ടൊന്നുള്ള കാര്യമല്ല കേട്ടോ. തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നല്ല, അങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുക. അങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് ലൈഫിലുണ്ടാകുന്ന ഒരുപാട് സന്തോഷങ്ങൾ, നമ്മളെന്തോ ഷെയർ ചെയ്യാൻ നമുക്കൊരാളുണ്ടാകുമ്പം അതൊരു ഭയങ്കര സന്തോഷമാണല്ലോ. മോനെ മടിയിലിരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതാണ് അവൻ ഇടക്കിടക്ക് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്. ഇത്ര നേരം ബഹളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ വോയിസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എടുത്താലും ഒരുങ്ങാത്തൊരു പണിയെന്ന് പറഞ്ഞാൽ ഈ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലും ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഒന്നാമത് മോനുള്ളത് കൊണ്ട് നമുക്ക് വിചാരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഏട്ടൻ ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്യും കേട്ടോ. ഇപ്പം ഈ ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഇവിടെ പുറത്തെടുത്ത് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തായാലും കഴുകിയിട്ട് വെച്ചേക്കാം. കഴുകിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട സമയത്താവുമ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പം ക്ലീൻ ചെയ്യേണ്ടതായിട്ട് അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഇത്തിരി വെള്ളമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സ്റ്റീലിൻ്റെതാണ്, അതിനിങ്ങനെ സ്റ്റെയിൻ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്, തുരുമ്പ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഒരാൾ പാത്രം കഴുകാൻ നിന്നാൽ നമുക്ക് ലോകത്തില്ലാത്ത പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഓരോ പാത്രങ്ങൾ അവിടെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം മോൻ എൻ്റെ കയ്യിലാണ്. അവനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് നേരം അവൻ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങളോടൊപ്പം തന്നെ കളിക്കാൻ തുടങ്ങി. കാരണം അവന് പപ്പയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഒപ്പം ഇരുന്ന് ഒരുപാട് നേരം കളിക്കാനാണ് ഇഷ്ടം. ഇങ്ങനെ ജോലിക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അതായത് അവൻ്റെ പപ്പയെ അവന് കുറച്ച് സമയമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ പപ്പ വരുന്ന സമയത്ത് നമ്മൾ 3 പേരും കൂടി ഇരുന്ന് കളിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ഞാൻ
ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഏട്ടൻ്റെ വകയുള്ള റെസിപ്പി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് നോക്കൽ. കാരണം എനിക്ക് സ്വതവേ കുറച്ച് വെപ്രാളം കൂടുതലാണ്. ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാനാണ് കേട്ടോ നോക്കുക. പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല. ഏട്ടൻ ചെയ്യുന്ന ജോലി ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. ഞാൻ പറയും വേഗം ചെയ്യുന്നൊക്കെ ഞാൻ പറയും. പക്ഷേ മൂപ്പർക്ക് അത് എൻജോയ് ചെയ്ത് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ മൂപ്പര് ഇഷ്ടത്തിന് ഞാൻ വിടും കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി കുറേ വേണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ എനിക്കും കൂടി ഒന്ന് കളഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചിക്കൻ കറിക്കും കൂടെ വേണ്ടുന്ന ഉള്ളി കളയുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കൽ ഭയങ്കര പ്രശ്നമാണല്ലോ, ഒരുപാട് ടൈം വേണമല്ലോ. എനിക്ക് മോനെയും കൊണ്ടൊക്കെ ചെയ്യൽ നല്ല പാടാണ്. അപ്പോൾ അവനെ ഞാനെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇതിനിടയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഉച്ചയിലും പുട്ടുണ്ടാക്കാൻ ഇതിനിടയിലൊന്ന് ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊന്നും ഉറങ്ങി. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റു കേട്ടോ. കിടത്തേണ്ട ആ ഒരു സമയം കഴിയുമ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1/4 മണിക്കൂർ മറ്റേ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് കിടത്തി അവൻ അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഞാൻ കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ആ സമയത്ത് ഞാൻ വേഗം വന്നിട്ട് തേങ്ങ അരക്കുക അങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യാണ് കേട്ടോ. പിന്നെ അവൻ എന്തൊക്കെ ചെയ്യുമ്പോൾ കൂടെ തന്നെ വരും. എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഏട്ടൻ അവനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ പുട്ടുണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായയുടെ കടികളാണ് അവന് ചോറിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ചിക്കൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ദോശയായിരുന്നു കേട്ടോ. ഉച്ചയിൽ പുട്ടുണ്ടാക്കി. ഈ ചോറ് തന്നെ തിന്നണമെന്നില്ലല്ലോ, എല്ലാം ഈ പറയുന്ന പോലെ കാർബോഹൈഡ്രേറ്റ് തന്നെയാണല്ലോ കയറുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഏട്ടൻ്റെ റെസിപ്പി ഏകദേശം സെറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുത്തു കേട്ടോ. ഇപ്പോഴത്തെ ഭാഗത്ത് എൻ്റെ ചിക്കൻ കറി ആവുന്നുണ്ട്, പുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പണികളും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഏട്ടൻ മോനെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോയിക്കോളൂ. പിന്നെ ഞാൻ എൻ്റെ ജോലിയും കൂടെ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ചെമ്മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടാകും. ഞാൻ വെച്ചാൽ അതും കൂടെ ക്ലീൻ ചെയ്ത് വെച്ചാലേ കഴിഞ്ഞു. റെസ്റ്റ് എടുക്കുമെന്ന് പറയുമെങ്കിലും ഞാൻ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ അതാണ് ഏട്ടനും വേഗം ഇറങ്ങിയത്. എന്നാൽ പെട്ടെന്ന് ജോലി ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതാക്കാമല്ലോ, ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഇനി അപ്പുറം ഇപ്പുറം ഈ പറഞ്ഞ പോലെ നമ്മളുടെ കവചകുണ്ടെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം വീണ്ടും ഞാൻ കുക്കായിട്ട് കയറി. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറിയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞങ്ങൾ എന്തെല്ലോ സംസാരിക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഹസ്ബൻഡ് അതുപോലെ കുട്ടിയൊക്കെ നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല. അപ്പോൾ അത് വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മീനും കൂടി അവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ ഏട്ടൻ്റെ ചിക്കൻ ഏട്ടൻ തന്നെ ചെയ്താലാണ് ഏട്ടനൊരു ഇതാവുകയെന്ന് പറഞ്ഞിട്ട് ഇതാ വീണ്ടും വന്ന് അത് നിളക്കൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഡ്രൈ ആയിട്ട് എടുത്തതാണ്. അതാണ് കുറച്ച് പോർഷൻ എടുത്തത്. ഒരുപാട് പോർഷൻ എടുക്കുമ്പോൾ കുറേ അധികം ഓയിലൊക്കെ വേണ്ടി വരുന്നത് കൊണ്ട് കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് ഏട്ടനതൊന്ന് ജസ്റ്റ് ആക്കി തരുമായിരുന്നു. എൻ്റെ മൈൻഡിൽ ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ചെമ്മീനെ കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ വേഗം പറഞ്ഞു വിട്ടിട്ട് വേണം എനിക്കത് ചെയ്യാൻ. പറഞ്ഞു വിടാമെന്ന് വെച്ചാൽ ഇവരൊന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് നടക്കാൻ പോകും. സ്വതവേ എന്നെയും കൂടെ കൊണ്ടുപോകും കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഞാൻ ഇതുപോലെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സീക്രട്ടായി വെച്ചത് ആ ഒരു റെസിപ്പിയുടെ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കൽ വലിയ പാടൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ചില സമയത്ത് ഇതിൻ്റെ തലയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തല ക്ലീൻ ചെയ്യാൻ കുറച്ചധികം സമയം വേണം. കാരണം എനിക്ക് ഭയങ്കര നീറ്റായിട്ട് തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളും നാരും ഒക്കെ വലിച്ച് കളഞ്ഞിട്ട് മാത്രമാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ എനിക്ക് കുറച്ചധികം നല്ല കമ്പാരിറ്റീവ്ലി വേഗത്തിൽ ചെയ്യാറുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് അതൊരു അധിക പണി തന്നെയാണ്. തലയെടുക്കാതിരുന്ന് നമുക്ക് പകുതി പണി പോലും ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ചെമ്മീനാകുമ്പോൾ ഞാൻ ചെമ്മീൻ എടുക്കുന്നത് തന്നെ അതിൻ്റെ തലയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റല്ലേ അതിൻ്റെ തല. നല്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഞെരടിയിട്ടുണ്ടല്ലോ. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ ഇങ്ങനെ കറുമുറ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിലെ തഴുക്കും അതിൻ്റെ ഉള്ളിലൊരു ചെറിയ നാരുണ്ടാവും. അത് മുഴുവനായിട്ടും ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് പോയ്സൺ അടിക്കും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ചിലവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ചിലർ വിചാരിക്കും ഇവൾ പഠിപ്പിച്ച് തന്നിട്ട് വേണോ ഈ ഒരു കാര്യങ്ങൾ അറിയാമെന്ന്. പക്ഷേ അറിയാത്ത ആൾക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഇതാ കുഞ്ഞുള്ളി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി അടിപൊളിയാണ്, ധൈര്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. ഇനി കുറച്ചുകൂടെ ചെറിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ, ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്, കാരണം ഇത് അല്ലെങ്കിൽ മോൻ കഴിക്കുമൊന്നുമില്ല കേട്ടോ. ഈ ചെമ്മീൻ ഞാൻ മോന് കൊടുക്കാറില്ല, ചെമ്മീൻ ഞണ്ട് അങ്ങനത്തെ ഒന്നും മോന് കൊടുക്കാറില്ല കേട്ടോ. സപ്പോസ് എന്തെങ്കിലും അലർജി ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരുമെന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ അവന് സ്വതവേ മെർക്കുറി കണ്ടൻറ്റ് കുറഞ്ഞിട്ടുള്ള ഫിഷസാണ് കൊടുക്കാറുള്ളത്. അതുപോലെ ചിക്കനും കൊടുക്കും. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അവന് വായിലിട്ടാൽ ഒതുങ്ങി കഴിയും എന്നുള്ള ഒരു ഭാഗത്തിനാണ് കൊടുക്കുക. അതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് എരിവൊക്കെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇട്ടപ്പോൾ എനിക്ക് എരിവ് കുറവായിട്ട് തോന്നിയപ്പോൾ കുറച്ചുകൂടി ഇട്ടു, കാരണം നമ്മൾ കഴിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ അത് വെന്ത് വരിക. ഇനി വെള്ളം കുറവാണെന്ന് തോന്നി ഇച്ചിരി വെള്ളം ഒറ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ചെമ്മീനൊന്നും ഒരുപാട് വേവൊന്നുമില്ല, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരുപാട് നേരം ചെമ്മീൻ കുക്കായാലും റബ്ബർ പോലെ ഇരിക്കും. പക്ഷേ എന്നാലും ആവശ്യത്തിന് വേവാൻ വേണം. ഈ മീറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്. ഇനി ഇറച്ചി ആയിക്കോട്ടെ മീനായിക്കോട്ടെ നല്ല രീതിയിൽ വെന്തിട്ടില്ലെങ്കിലും നമുക്ക് ഫുഡ് പോയ്സൻ്റെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതും ഞാൻ പറഞ്ഞു തരണ്ടെന്ന് അറിയാം കേട്ടോ, ദേഷ്യമൊന്നും തോന്നരുത്. പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് വെളിച്ചെണ്ണ തന്നെ വേണം, ഇതൊരു നാടൻ ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നോൺ സ്റ്റിക്കിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഓയിൽ വേണ്ട. പക്ഷേ നമുക്കെപ്പോഴും ഇതുപോലെ അലുമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ വെക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. നല്ല അടുപ്പിൽ നല്ല മൺചട്ടിയിലൊക്കെയാണ് ആക്കുന്നതെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് ചീനച്ചട്ടിയിലൊക്കെ ആക്കി എടുക്കുകയാണെങ്കിലുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല, അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറച്ച് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക, അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും. ഇനി ആ ഒരു ഭാഗമൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇത് പ്രിപ്പയർ ആയി വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് എത്ര ഡ്രൈ ആവുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോഴൊക്കെ ഏട്ടൻ മോനെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു, അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ ഉറക്കി കേട്ടോ. ഇനി ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്, അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്.